യമനിൽ അപ്രതീക്ഷിത ആക്രമണമാണ് യുഎസ് നടത്തിയത്. അതിന്റെ അമ്പരപ്പിലാണ് ലോകം. യമൻ സായുധ ഗ്രൂപ്പായ ഹൂതികളെ ലക്ഷ്യമിട്ടാണ് യുഎസ് ആക്രമണം നടത്തിയത്. ഗാസ ആക്രമണത്തിന്റെ പ്രതികാരമായാണ് ഹൂതികൾ ഇസ്രയേലിനെതിരെ അതിശക്തമായ ആക്രമണം അഴിച്ചുവിട്ടത്. ഹൂതികൾ ശരിക്കും ഇസ്രയേലിനെ വെള്ളം കുടിപ്പിച്ചു. ആദ്യം ചെങ്കടലിൽ ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകളെയാണ് ഹൂതികൾ ആക്രമിച്ചത്. പിന്നീട് ഇസ്രയേലിനുള്ളിലും ഹൂതികൾ അതിശക്തമായ ആക്രമണം നടത്തി. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെപ്പോലും നോക്കുകുത്തിയാക്കിയാണ് ഹൂതികൾ ഇസ്രയേലിനെ ആക്രമിച്ചത്. യമനിൽ യുഎസ് നേരിട്ട് ആക്രമണം നടത്തിയത് സ്ഥിതിഗതികളെ സങ്കീർണമാക്കിയെന്നാണ് വിലയിരുത്തൽ. ഹൂതികൾ ഇസ്രയേലിന് നേർക്ക് മാത്രമല്ല, ഇനി യുഎസിനെതിരെയും ആക്രമണം നടത്തും. മിഡിൽ ഈസ്റ്റിൽ വീണ്ടും സംഘർഷം ഉരുണ്ടുകൂടുന്നതിന്റെ ആശങ്കയിലാണ് ലോകം. യുദ്ധത്തിൽ യുഎസ് കൂടി നേരിട്ട് ഇടപെടുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിന്റെ പ്രത്യേകത. ഈ ആക്രമണത്തോട് ഹൂതികൾ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ആക്രമണത്തിന് പിന്നാലെ അതിരൂക്ഷമായി തന്നെ ഹൂതികൾ പ്രതികരിച്ചു. ഞങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നോളൂ എന്ന താക്കീതാണ് ഹൂതികൾ നൽകിയത്. തിരിച്ചടിക്കുമെന്ന് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യമനിലെ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള മേഖലയിലാണ് ആക്രമണം നടത്തിയതെന്നാണ് യുഎസ് അവകാശപ്പെടുന്നത്. എന്നാൽ യുഎസ് ചെയ്തത് യുദ്ധക്കുറ്റമാണെന്നാണ് യുഎസ് ആരോപിക്കുന്നത്. സാധാരണ ജനങ്ങളെ ലക്ഷ്യമിട്ടാണ് യുഎസ് ആക്രമണം നടത്തിയതെന്നും ഹൂതികൾ കുറ്റപ്പെടുത്തി. പലസ്തീനികളെ സഹായിച്ചതിനാലാണ് ആക്രമണം നടത്തിയതെന്നും ഹൂതികൾ ആരോപിച്ചു. അടിക്ക് തിരിച്ചടിയെന്നും ഹൂതികൾ മുന്നറിയിപ്പ് നൽകി. സനയിലും സാദയിലുമാണ് സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ആക്രമണങ്ങളിൽ 39 പേർ കൊല്ലപ്പെട്ടതായാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട്. ചെങ്കടലിൽ ഹൂതികൾ നടത്തിയ ആക്രമണങ്ങൾക്ക് പ്രതികരണമായാണ് ആക്രമണമെന്ന് ട്രംപ് വ്യക്തമാക്കി. ചെങ്കടലിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. അമേരിക്കൻ കപ്പലുകളെ അടക്കം ആക്രമിച്ചിട്ടുണ്ട്. ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ വൻ തിരിച്ചടിയാണ് ഹൂതികൾക്കുണ്ടാകുകയെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഹൂതികൾക്ക് പിന്തുണ നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന് ഇറാനോടും ട്രംപ് ആവശ്യപ്പെട്ടു. യുഎസിനെ ഇറാൻ ഭീഷണിപ്പെടുത്തിയാൽ തുടർന്നുള്ള ഭവിഷ്യത്തുകൾക്ക് ഇറാൻ മാത്രമായിരിക്കും ഉത്തരവാദിയെന്ന് ട്രംപ് വ്യക്തമാക്കി. ഇറാനുമായി ആണവ കരാറിനെക്കുറിച്ച് ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞ് ദിവസങ്ങൾക്കുള്ളിലാണ് ഇറാന് മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത്. ചെങ്കടലിലെ ഹാരിയസ് ട്രൂമാൻ വിമാനവാഹിനി കപ്പലിൽ നിന്നുള്ള യുദ്ധവിമാനങ്ങളാണെന്ന് സനയിൽ ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ട്. യമനിലുടനീളമുള്ള വലിയ ഓപ്പറേഷന്റെ തുടക്കമാണിതെന്ന് മിഡിൽ ഈസ്റ്റിൽ സൈനിക മേൽനോട്ടം വഹിക്കുന്ന യുഎസ് സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് പറഞ്ഞു. ഹൂതി ശക്തികേന്ദ്രത്തിലെ ഒരു കെട്ടിടത്തിന് നേരെയാണ് വ്യോമാക്രമണം ഉണ്ടായതെന്ന് സനയിൽ നിന്നുള്ളവർ പറഞ്ഞു. പ്രദേശത്തെ വിറപ്പിക്കുന്ന തരത്തിൽ ഒരു ഭൂകമ്പത്തിന് തുല്യമായ സ്ഫോടനമാണ് ഉണ്ടായതെന്ന് പ്രദേശവാസിയെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് സായുധ സംഘമായ ഹൂതികൾ ചെങ്കടലിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾ ലക്ഷ്യമാക്കി ആക്രമണം ആരംഭിച്ചത്. 2023 നവംബർ മുതൽ കപ്പലുകൾ ലക്ഷ്യമാക്കി ഹൂതികൾ 100-ലധികം ആക്രമണം നടത്തി. ഇതോടെ മേഖലയിലൂടെയുള്ള വ്യാപാരം പല രാജ്യങ്ങളും നിർത്തിവച്ചിരുന്നു. ഗസയിലേക്ക് ട്രക്കുകൾ തടഞ്ഞ ഇസ്രയേലിനെതിരെ കപ്പലാക്രമണം പുനരാരംഭിക്കുമെന്ന് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 4 ദിവസത്തിനകം ഭക്ഷ്യമരുന്ന് ട്രക്കുകൾ ഗസയിലേക്ക് പ്രവേശിപ്പിച്ചില്ലെങ്കിൽ ആക്രമണം നടത്തുമെന്നായിരുന്നു മുന്നറിയിപ്പ്. 1-ാം ഘട്ട വെടിനിർത്തൽ അവസാനിച്ചെന്ന് ചൂണ്ടിക്കാട്ടി മാർച്ച് 2 മുതൽ ഗസക്കാരെ പട്ടിണിക്കിട്ടിരിക്കുകയാണ് ഇസ്രയേൽ. പുറമേ നിന്നുള്ള ഭക്ഷ്യസഹായ ട്രക്കുകളെ ഗസയിലേക്ക് വിടുന്നില്ല. ഇത് അവസാനിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ ഇസ്രയേലിലേക്ക് പോകുന്ന കപ്പൽ ആക്രമിക്കുമെന്നുമാണ് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. മുന്നറിയിപ്പ് സമയം കഴിഞ്ഞതോടെ ഹൂതികൾ ആക്രമണം നടത്തിയേക്കുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.